എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. സി, ഭൂമിയിലെ ഏറ്റവും സമ്പുഷ്ടമായ സ്ഥലം ഏതാണ്? മൈൻഡ്. റോങ് ആൻസർ. സോ ഭൂമിയിലെ ഏറ്റവും സമ്പുഷ്ടമായ സ്ഥലം ഗ്രേവ്യാർഡ് ആണ്. അഷ്റഫ്, എന്തുകൊണ്ട് ഗ്രേവ്യാർഡ്? ബിക്കോസ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഏറ്റവും കൂടുതൽ ഐക്യമുള്ള 155 ഐക്യമുള്ള ആളായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. തന്റെ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് തന്റെ കഴിവിന്റെ 10% പോലും ഉപയോഗിച്ച് തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് ദുഃഖിച്ച വിഷമിച്ച ആളാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. റിയാസ് ഭായ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നെഞ്ചത്ത് കൈവച്ച് ഞാൻ എന്റെ കഴിവൊക്കെ ഉപയോഗിച്ചത്? ഇല്ല. ഇവിടെയാണ് HR ട്രെയിനിങ്ങിന്റെ പ്രസക്തി വിളിച്ചോതുന്നത്. 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് HR ട്രെയിനിങ്? എന്താണ് HR ട്രെയിനിങ്? വൈ ഡു വി ആർ ഡൂയിങ് HR ട്രെയിനിങ്? എന്തിനാണ് HR ട്രെയിനിങ്? എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഈ വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് HR ട്രെയിനിങ്? തന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകള് അവർ കാണാത്ത അവരുടെ ഇന്നേറ്റ് പൊട്ടൻഷ്യാലിറ്റി അവരറിയാതെ പുറത്തെടുത്ത് കൊണ്ടുവന്ന് അവരെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സൽക്കർമ്മമാണ് HR ട്രെയിനിങ്. എന്തിനാണ് HR ട്രെയിനിങ്? ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്ന ചില വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. സേവിയർ അലക്സാണ്ടർ മസ്ക് എന്ന് പറയുന്ന വ്യക്തി പണക്കാരായ പുരുഷന്മാരൊക്കെ ശത്രുക്കളാണ്, അവർ ദുഷ്ടന്മാരാണെന്ന് സ്വയം വിധി കൽപ്പിച്ച് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹെന്ന വിൽസൺ എന്ന സ്ത്രീയുടെ പേര് സ്വീകരിച്ച് ഇത് ലോകം അറിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്ന് മരിച്ചുപോയിരുന്നു. അത് കേട്ടപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അച്ഛനെ ഇനി വേണ്ട എന്ന് തീരുമാനിച്ച ആ കഥയിലെ നായകൻ ആരാണെന്ന് എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം. എലോൺ മസ്ക്. വണ്ടർഫുൾ. ഒരു കൈയ്യടി കൊടുക്കാം. 18 ലക്ഷം കോടി രൂപയുടെ 18 ലക്ഷം കോടി രൂപ ആസ്തിയുള്ള ലോകത്തെ തകിടം മറിക്കാൻ കഴിയുന്ന അറിയപ്പെടുന്ന ഓൺട്രപ്രനർ അദ്ദേഹം ഇന്ന് വിഷാദ രോഗിയാണ്. ഈ സഫറിംഗ് സ്ട്രെസ്. സോ ഒരു ഓൺട്രപ്രനർ ആരാണ്? തന്റെ ഇൻവെസ്റ്റേഴ്സിനെ, എംപ്ലോയീസിനെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉദ്ദീപിപ്പിച്ച് തന്റെ പ്രോഡക്റ്റിനെ, സർവീസിനെ ലോകോത്തര ബ്രാൻഡാക്കി മാറ്റുന്ന വ്യക്തിയെയാണ് നമ്മൾ ഓൺട്രപ്രനർ എന്ന് പറയുന്നത്, ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത്. ബിസിനസ്സുകാരൻ എപ്പോഴും അടിയൊഴുക്കുകളുടെ വെള്ളത്തിന് മുകളിലൂടെ നീന്തി തുടിക്കുന്ന അരയന്നത്തെ പോലെ ആവണം. പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവും, ബട്ട് അദ്ദേഹം ഒരു ഇഗ്നൈറ്റിംഗ് പേഴ്സണാലിറ്റി ആവും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 6 മേഖലകളിൽ സന്തുലിതമായ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഓൺട്രപ്രനറെ സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് HR ട്രെയിനിങ്. ഇന്ന് 60% യുവാക്കൾ, യുവതികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച നടത്തുമ്പോൾ എന്താണ് ഇതിന്റെ റൂട്ട് കോസ് നമ്മൾ ആരും ചിന്തിക്കാറില്ല. കൽപ്പിച്ച് മക്കളെ വളർത്തുകയും തോന്നിയ പോലെ വളരാൻ അനുവദിക്കുകയും പണം കൊണ്ട് സ്നേഹിച്ച് വളർത്തുകയും ചെയ്യുന്നതിന് പകരം ഒരു ദിവസം ഒരു നേരമെങ്കിലും അവരെ കേൾക്കാൻ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലൂടെ സ്വന്തം മക്കളെ വളർത്തുമ്പോൾ അത്തരത്തിലുള്ള മക്കളെ സൃഷ്ടിക്കുന്ന രക്ഷിതാക്കളെ ക്രിയേറ്റ് ചെയ്യാൻ HR ട്രെയിനിങ് ആവശ്യമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് കുട്ടികൾക്ക് പഠിച്ച ഭാഗങ്ങളൊന്നും തലയിൽ നിൽക്കുന്നില്ല. MCH മെലറ്റോണിൻ കോൺസെൻട്രേഷൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇൻഫർമേഷൻ ഡിമെൻഷ്യ എന്ന അവസ്ഥയിലൂടെ പോകുന്ന കുട്ടികളെ നേർമാർഗത്തിലേക്ക് വഴി കൈപിടിച്ചു കൊണ്ടുവന്ന് ലക്ഷ്യബോധത്തിലൂടെ അവരെ വളർത്തിയെടുക്കാൻ ട്രെയിനിങ് ആവശ്യമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന സ്പൂൺ ഫീഡിംഗ് ടീച്ചേഴ്സിന് ഇനി ആവശ്യമില്ല. ലക്ഷ്മി സർ, ക്രിയേറ്റേഴ്സിനാണ് ആവശ്യം. ചരിത്രം പഠിപ്പിക്കുന്നതിന് പകരം ചരിത്ര രചിക്കുന്ന, ചരിത്ര രചയിതാക്കളാക്കി മാറ്റുന്ന വിദ്യാർത്ഥികൾ സൃഷ്ടിക്കുന്ന ടീച്ചേഴ്സിന് ആവശ്യമാണ്. ഇതിന് നമുക്ക് എന്താ ആവശ്യമുണ്ട്? ട്രെയിനിങ് ആവശ്യം. ഇനി എങ്ങനെയാണ് ട്രെയിനിങ്? 20 മിനിറ്റിലേറെ നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ കഴിയില്ല. ഒരു ഹ്യൂമൻ ബീയിങ് മാക്സിമം ഒരാൾ കേൾക്കാനുള്ള ക്ഷമ എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ റെഡ് സിഗ്നൽ, ഗ്രീൻ സിഗ്നൽ, യെല്ലോ സിഗ്നൽ. ഇപ്പൊ നമ്മുടെ ജയ്സലിന്റെ സുഹൃത്ത് എനിക്ക് റെഡ് സിഗ്നൽ തന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഓഡിയൻസിനനുസരിച്ച് ചർച്ചകളിലൂടെയും വിമർശനത്തിനും ചോദ്യം ചെയ്യാനുള്ള അവസരം നൽകിക്കൊണ്ട് അവരുടെ ഉള്ളിലുള്ള അവർ കാണാത്ത കഴിവുകളെ പുറത്തെടുക്കുന്ന ഒരു സൽക്കർമ്മമാണ് HR ട്രെയിനിങ്. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ റെഫർ ചെയ്യണം?
ഇവിടെ മനീഷ് ഭായി പറഞ്ഞതുപോലെ ലൈഫ് ലോങ് ലേണിംഗിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എത്രമാത്രം ട്രെയിനിങ് ഞാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്ന ബോധത്തോടെ പുതിയ പുതിയ അറിവുകൾ നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിലൂടെ എത്തിക്കൽ ബിസിനസ്സിലൂടെ അനർഹമായ ഒരു രൂപ പോലും എന്റെ ശരീരത്തിൽ വരാതെ നോ റിസൾട്ട് നോ പേയ്മെന്റ് എന്ന രീതിയിൽ ലോകത്തിന് ഞാൻ നേടിയിട്ടുള്ള അനുഭവങ്ങൾ എന്റെ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ സ്വന്തം വിജയം കാത് രചിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ BNI ജോയിൻ ചെയ്യുന്നത്. ഇനി BNI ഏറ്റവും പ്രധാനപ്പെട്ട കോർ വാല്യൂ നിങ്ങൾക്ക് അറിയാം, ഗിവേഴ്സ് ഗെയിൻ ആണ്. ഗിവേഴ്സ് ഞാനൊരു ഗിവിംഗ് അങ്ങോട്ട് തരികയാണ്. BNI ഞാൻ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ചങ്കുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു ആഗ്രഹം, അഭിലാഷം, ഞങ്ങളൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചല്ലോ. ഇറ്റ്സ് ആൻ ഓഫർ ഫോർ യു. എന്റെ ഫീച്ചർ പ്രസന്റേഷനും എന്റെ എജുസ്ലോട്ട് പ്രസന്റേഷനും നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ ഇന്ന് മുതൽ തയ്യാറാണ്. നിങ്ങൾ എല്ലാവരെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. Definitely I will be expecting something out of as gain. What would be my gain? Gratitude ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു സർ, ഡോക്ടർ സർ. നിങ്ങൾ ഈ 30 പേര് ഓരോ റെഫറൻസ് എനിക്ക് തന്നാൽ, ശ്രീജി സർ, ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള എന്നെ BNI പഠിപ്പിച്ചിട്ടുള്ള 5 1-to-1 ചെയ്യണം. ഞാൻ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ 5 1-to-1 ചെയ്യണം. 5 1-to-1 ചെയ്തു കഴിഞ്ഞാൽ എന്റെ ടാർഗറ്റിലേക്ക് എനിക്ക് എത്താൻ കഴിയും. നിങ്ങൾ ഒരു റെഫറൽ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഒരു ട്രെയിനിങ്ങിലൂടെ എനിക്ക് 5 ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എവിടെയോ മോശമായി എന്ന് തിരിച്ചറിയുന്ന ആളാണ്. നിങ്ങൾ ഒരു റെഫറൽ എനിക്ക് തന്നാൽ ഒരു സംശയം വേണ്ട, എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഞാൻ ഇനി പുറത്ത് എവിടെ 1-to-1 പോകണ്ട. അത് 5ആയി മൾട്ടിപ്ലൈ ചെയ്യും, അത് പിന്നെ 10ആയി മൾട്ടിപ്ലൈ ചെയ്യും. സോ I'm not requesting, I demand എല്ലാവരും എനിക്ക് മിനിമം ഒരു റെഫറൽ എങ്കിലും തന്നേ തീരൂ. താങ്ക് യു.